ഹായ്, ഇത് ഞങ്ങൾ മുംബൈയിൽ ചെന്നിട്ടെടുത്ത വീഡിയോ കേട്ടോ. ആദ്യ ദിവസം തന്നെ ലൂക്കാപ്പനും ഡാഡിയും ഒരുമിച്ച് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ലൂക്കാപ്പൻ നേരത്തെ എണീറ്റു, ഡാഡി എണീറ്റില്ല. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ചായം പഠിക്കാനിരുന്നു. പഠിച്ചു കഴിഞ്ഞിട്ട് ലൂക്കാപ്പൻ അവിടെ ഇരുന്ന് കളിയൊക്കെയാണ്. ഓരോ സാധനങ്ങൾ നിരത്തിയൊക്കെ ഇടുവാണ്. ഞങ്ങൾ റൂമൊന്നും ക്ലീൻ ചെയ്തിരുന്നില്ല, കാരണം വന്നതിൻ്റെ പിറ്റേ ദിവസം കേട്ടോ ഇത്. രാത്രിയിലാണ് വന്നത്. കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റതാണ്. പിന്നെ ഞാനും ലൂക്കാപ്പനും കുറേ നടക്കാനൊക്കെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ലൂക്കാപ്പൻ ഓരോ സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊടുക്കും. അതാണ് ഇപ്പോൾ കയ്യിലിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളവിടെ ചായയൊക്കെ കുടിക്കാൻ പോകുന്നൊരു സ്ഥലമായിരുന്നു കേട്ടോ. നല്ലൊരു ഫീലായിരുന്നു. മഴയുള്ളപ്പോഴും വെയിലുള്ളപ്പോഴും അവിടെ ഇരിക്കാൻ നല്ലൊരു ഫീലാണ്. നല്ലൊരു കാറ്റും തണുപ്പും ഒക്കെ ഉള്ളൊരു ശാന്തസുന്ദരമായ സ്ഥലം എന്ന് പറയാം. അവിടെ വന്നിരിക്കുമായിരുന്നു. ഇതെല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത വീഡിയോ കേട്ടോ. കാരണം എല്ലാവരും വന്നവരൊക്കെ പോയി ലാസ്റ്റ് ഞങ്ങൾ മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ എടുത്ത വീഡിയോ ആണ്. ഇവിടുന്ന് ഒരു 4 കെട്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ ഈ ബിൽഡിങ്. താഴെ മേലെ മൊത്തത്തിൽ 3 നിലയായിരുന്നു. ഞങ്ങൾ തേർഡിലായിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് താപ്പോട്ട് നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു ലൂക്കാപ്പൻ്റെ ഫോട്ടോസൊക്കെ എടുക്കണം, വീഡിയോസൊക്കെ എടുക്കണമെന്ന്. പക്ഷേ സമയമൊന്നും കിട്ടിയില്ല. പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുമല്ലോ, അപ്പോൾ ഒന്നിനും സമയം കിട്ടിയില്ല. കാരണം ചെന്നന്ന് മുതൽ നല്ല മഴയായിരുന്നു. ഇത് ഏതോ ഒരു ദിവസം പിന്നെ എടുത്ത വീഡിയോ ആണേ. ലൂക്കാപ്പൻ കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ ലൂക്കാപ്പന് മാത്രമേ ഉള്ളൂ. ഇച്ചായം പോയി കഴിഞ്ഞുള്ള വീഡിയോ ആണേ. ലൂക്കാപ്പൻ നന്നായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ലൂക്കാപ്പൻ ഇറങ്ങിയ സമയത്ത് ഞാൻ ഇച്ചിരി ചായയൊക്കെ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് ഗ്ലാസ്സിൽ ചൂടുവെള്ളവും പാൽപ്പൊടിയും കലക്കി വെച്ചിരുന്നു കേട്ടോ. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നൊരു കാഴ്ചയായിരുന്നു ഇത്. അവിടെ ഒരു മാതാവിൻ്റെ ആശ്രമമുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ചേച്ചിമാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഒരുമിച്ചായിരുന്നു പോയത്. ലൂക്കാപ്പൻ അവിടെ വന്ന് അടങ്ങിയിരിക്കാത്ത കാരണം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് ഞാനും ലൂക്കാപ്പനും മാറി. പിന്നെ ഞങ്ങൾ അപ്പുറത്തൊരു സ്ഥലത്തേക്കിരുന്നു. കാരണം ഇവിടെ ഒരു ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ലൂക്കാപ്പൻ അവിടെ നിന്ന് മറ്റുള്ളവരെ കൂടി ഡിസ്റ്റർബ് ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങൾ മാറിയത്. ലൂക്കായാണെങ്കിൽ അവിടെ കണ്ടപ്പോഴത്തേക്ക് ആൾക്ക് ഭയങ്കര ഒരു ജോളിയായിരുന്നു. പിന്നെ രാത്രിയിൽ വന്നിട്ട് താപ്പോട്ട് നോക്കിയപ്പം വണ്ടിയൊക്കെ പോകുന്നുണ്ട്. ലൂക്കാപ്പനെ കാണിക്കുന്ന കേട്ടോ വണ്ടിയൊക്കെ. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു ചെറിയ പർച്ചേസിന് പോയി. അപ്പോൾ എടുത്ത വീഡിയോ ആണിത്. അവിടെ നമ്മൾ വിചാരിച്ചു നല്ല വിലക്കുറവൊക്കെ ആയിരിക്കുന്നു. പക്ഷേ ചെന്നിടത്തൊക്കെ നല്ല വിലയായിരുന്നു. വിലക്കുറവൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. അതങ്ങ് ഒത്തിരി ദൂരെ പോകണമായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ വന്നിട്ട് ചായ പോകാൻ വേണ്ടി റെഡിയാകുന്നു. ഷൂസൊക്കെ ഇടുമ്പോൾ ലൂക്കാപ്പൻ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു മൂമെൻ്റാണിത്. ലൂക്ക എന്തൊക്കെയോ പറയുന്നുണ്ട്. ഡാഡിയോടെ പോവാ അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു ചോദിക്കുന്നുണ്ട്. ചായൻ ഷേവ് ചെയ്ത് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേറൊരു ഷോർട്സിലാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇതാണ് ബാഗ് ഒക്കെ നമ്മൾ പാക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ റൂമെല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നതിൻ്റെ ആ ഒരു തിരക്കിൽ നമുക്കെല്ലാം കറക്റ്റ് അടുക്കി പെറുക്കി വെക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെയാണ് രാവിലെ നമ്മൾ ഇറങ്ങിയത്. ലൂക്കാപ്പൻ ഡാഡിയുടെ കയ്യിലായിരുന്നു. കുറച്ച് നേരം ഞാനും എടുത്തിരുന്നു ലൂക്കാനെ. ലൂക്കാപ്പ പറഞ്ഞു ഡാഡി എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു രാത്രി 1 മണിയായ സമയത്ത് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനും കൂടെയും പോയതാണ്. ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങി. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ബാക്കിൽ കൂടെ വരുന്നതേ ഉള്ളൂ. ലൂക്കാപ്പനുമായിട്ട് പോയി ലൂക്കാപ്പൻ്റെ ഡാഡി പ്രാർത്ഥിക്കുന്ന ദൃശ്യങ്ങളാണിത്. പ്രാർത്ഥിച്ചിട്ട് നേരെ നമ്മൾ റോഡിലോട്ട് പോയി. ഒരു ടാക്സി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വരുന്നിടം വരെ ഒരു 5 മിനിറ്റേ ഉള്ളായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ദൈവമേ കുറച്ചുകൂടെ സമയം കിട്ടണമെന്ന് വിചാരിച്ചു. കാരണം പെട്ടെന്ന് എല്ലാം സംഭവിച്ചതുപോലെയാണ് തോന്നുന്നത്. അങ്ങനെ ഞങ്ങൾ റോഡിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് നേരം ഇവിടെ സമയം സ്പെൻഡ് ചെയ്തു കേട്ടോ ലൂക്കാപ്പനുമായിട്ട്. എന്നിട്ട് അവിടെ നമ്മൾ റോഡിൽ ചെന്നപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ചേട്ടൻ്റെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. മോളും വൈഫും അവരും ഉണ്ട്. അവർ ചേട്ടനോട് യാത്ര പറയുന്നതാണ് കാണുന്നത്. മറ്റേ ചേട്ടൻ്റെ ചേച്ചി നേരത്തെ തിരിച്ചു പോയിരുന്നു. അത് കാരണം ചേട്ടൻ്റെതായിട്ടുള്ള ഒരു വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല, ചേട്ടൻ്റെ ഫാമിലി ആയിട്ടുള്ളത്. പിന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ജിസ് എന്ന് പറയുന്ന ഒരാളൂടെ ഉണ്ടായിരുന്നു. അയാളാണ് ബ്ലൂ ഷർട്ട് കേട്ടോ, ടീഷർട്ട്. നല്ല ഹെൽപ്പായിരുന്നു. എല്ലാവരെയും പോകാൻ വേണ്ടി ഹെൽപ്പൊക്കെ ചെയ്തു. ആൾ ലാസ്റ്റാണ് പോയത്. ഇപ്പം ഞങ്ങൾക്ക് ബൈ ഒക്കെ തരുവാണ്. ലൂക്കാപ്പൻ്റെ ഡാഡിയാണ് മിഡിലിരിക്കുന്നത്. ആ മുരിക്കാശ്ശേരിയിലുള്ള ചേട്ടൻ റൈറ്റ് സൈഡിലും ഇങ്ങേ സൈഡിൽ കോട്ടയത്തുള്ള ചേട്ടനുമാണ് കേട്ടോ. നീണ്ടൂരുള്ളതാണ്. ടാറ്റയൊക്കെ തരുവാണ്. പിന്നെ ഞങ്ങൾ ലൂക്കാപ്പൻ കരച്ചിൽ സ്റ്റാർട്ട് ചെയ്തു. കാരണം എന്ന് പറഞ്ഞാൽ ലൂക്കായ്ക്ക് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നീട് പപ്പേനെ മിസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഇതുകൊണ്ടായിരിക്കാം. പിന്നെയും ഞാൻ തിരിച്ചു വന്നു.
നമ്മൾ പോവുകയാണ്. അതിന് മുമ്പ് നമ്മൾ ഇരുന്ന സ്ഥലങ്ങളൊക്കെ ഒന്നുകൂടെ വീഡിയോസ് എടുത്തു. കാരണം ലൂക്കാപ്പനെ വലുതാകുമ്പോൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു രീതിയിലാണ് ഇതൊക്കെ എടുത്തത്. ഞങ്ങൾ വന്നപ്പം ഈ ബിൽഡിങ്ങിൽ ഫുള്ള് ഓരോ റൂംസിലെ മുഴുവൻ ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾ പോകാറായപ്പോഴത്തേക്ക് ഒന്നൊന്നായിട്ട് ഞങ്ങൾ മാത്രമായി ലാസ്റ്റ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ലൂക്കാപ്പന് നാട്ടിൽ പോകാനുള്ള ബാഗ് പാക്ക് ചെയ്യുകയാണ്. ആ പാക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം നിറച്ച് വെച്ചു കേട്ടോ, കുത്തി നിറച്ച് വെച്ചു. എനിക്ക് എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടുന്ന് ബാഗൊക്കെ എടുത്ത് വെക്കാൻ ഓരോ ആളുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ലൂക്കാപ്പൻ്റെ അത്യാവശ്യം കുറച്ച് ഡയപ്പറൊക്കെ നമ്മൾ വെളിയിൽ വെച്ചു. ഈ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ആ ബാഗ് തുറന്നിട്ട് അടയ്ക്കണമെങ്കിൽ ഭയങ്കര പാടാണ്. ഞാൻ മാത്രം ഉള്ളതുകൊണ്ട് എന്നെക്കൊണ്ട് ഭയങ്കര പാടായതുകൊണ്ട് ഞാൻ അത്യാവശ്യം വേണ്ടത് എൻ്റെ ഹാൻഡ് ബാഗിലൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ടേബിളൊക്കെ ക്ലിയർ ചെയ്യണം. നമ്മുടെ എന്തെങ്കിലുമൊക്കെ സാധനം നമ്മൾ എവിടെയെങ്കിലും പോയാൽ മറന്നു പോകുമല്ലോ എടുക്കാൻ. ലൂക്ക ഈ സമയമായപ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു. അലമാരിയൊക്കെ നോക്കി എന്തെങ്കിലുമൊക്കെ നമ്മൾ മിസ്സാക്കിയിട്ടുണ്ടോയെന്ന്. കാരണം പോയാൽ പിന്നെ തിരിച്ച് വരാൻ പറ്റത്തില്ലല്ലോ. അതുമാത്രമല്ല, ഒരു സാധനത്തിന് വേണ്ടി തിരിച്ച് വരുന്നത് പാടുമല്ലേ. ലൂക്കാപ്പനപ്പം ടൂത്ത് ബ്രഷൊക്കെ എടുത്തിട്ട് പല്ല് തേക്കുകയാണ്. പല്ല് തേച്ചിട്ട് ഇനിയിപ്പം ഞങ്ങൾക്ക് ഫ്ലൈറ്റ് വൈകിട്ട് 8 മണിക്കായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നതൊക്കെയാണ് നിങ്ങൾ മിററിൽ കൂടെ കാണുന്നത്. അതിനിടയ്ക്ക് ഇവിടെ ഒരു ബ്രോ ഉണ്ട്. ബ്രോയുടെ ഫോണിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഞാൻ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ണാടിയിൽ പോയിട്ട് കുറച്ച് വീഡിയോസ് കൂടെ എടുത്തത്. കാരണം എൻ്റെ വീഡിയോ ഒന്നിലും ഇല്ല. അപ്പോൾ എടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ മുന്നേ കഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ റെഡിയായി എല്ലാവരോടും ബൈ പറഞ്ഞ് താഴെ വന്ന് നിൽക്കുകയാണേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ബ്രോ ഉണ്ടെന്ന്. 2 ചേച്ചിമാരാണ് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവിട്ടത്. അപ്പോൾ ആ ബ്രോയെ കാത്ത് നിൽക്കുകയാണ്. ബ്രോയുടെ ഫോണിൽ വേണം ലൂക്കാപ്പൻ്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാനേ. ലൂക്ക ഒരു ജീപ്പൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ബ്രോ വരുന്ന വഴിക്ക് പള്ളിയിലെ ഫാദറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊരു 5 മിനിറ്റ് ബ്രോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ ബ്രോ വന്നിട്ട് ഞങ്ങൾ ലൂക്കാപ്പൻ്റെ കുറേ ഫോട്ടോസ് എടുത്തു. മറ്റേ 2 ചേച്ചിമാരും എന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കി കേട്ടോ. ഓക്കെ, ഇപ്പം എനിക്ക് ലൂക്കാപ്പന് ലഗേജും എല്ലാം എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ ഭയങ്കര പാടായിരുന്നു. അപ്പം ഞാൻ ഈ ട്രോളി കയറ്റിയിട്ട് ലൂക്കാപ്പനോട് പറഞ്ഞത് സൈക്കിളാണ്. അങ്ങനെ ഇരുത്തി ലൂക്കാപ്പനുമായിട്ട് ഞങ്ങൾ ഓരോ സ്ഥലം ഇങ്ങനെ കവർ ചെയ്തു. പിന്നെ ലൂക്കാപ്പനെ ഞങ്ങൾ വാഷ്റൂമിൽ കൊണ്ടുപോയി. ലൂക്കാപ്പൻ്റെ ഫേസൊക്കെ കഴുകണമായിരുന്നു. അങ്ങനെ കഴുകുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത്. പിന്നെ ലൂക്ക അവിടെ ഇരുന്നപ്പോഴത്തേക്ക് കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യണമായിരുന്നു. നമ്മൾ കുറച്ച് നേരത്തെയാണല്ലോ വന്നത്. അവിടുന്ന് ലൂക്ക ഓരോരോ കുസൃതികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്ലൈറ്റ് വന്നു. നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന സമയത്തൊരു വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ലൂക്കാപ്പനെ സീറ്റ് സെപ്പറേറ്റ് ഇരുത്തി. കാരണം അങ്ങോട്ട് പോയപ്പോൾ ഞാൻ എൻ്റെ മടിയിൽ തന്നെ ഇരുത്തിയിട്ട് ഹോൾഡ് ചെയ്യുകയാണ് ചെയ്തത്. ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് തന്നെ ഇരുത്തി നോക്കാമെന്ന്. ആൾക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു, തന്നെ ഇരുത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എത്തുന്നിടം വരെ നല്ല ഉറക്കമായിരുന്നു. ലൂക്ക ഭയങ്കര ഹാപ്പിയാണ്. ലൂക്കാപ്പന് കരഞ്ഞതിന് ലൂക്കാപ്പനെ അടുത്തിരുന്ന ആൾ ഒരു ബിസ്ക്കറ്റൊക്കെ കൊടുത്തായിരുന്നു. ലൂക്കാപ്പൻ അതൊക്കെ മൈൻഡ് ചെയ്യാണ്ട്, അതായത് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കും കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോയത് ഇൻഡിഗോയിലായിരുന്നു, തിരിച്ചു പോകുന്നത് എയർ ഇന്ത്യയിലാണ് തിരിച്ച് വന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാനെടുത്ത വീഡിയോ ആണിത്. പിന്നെ എന്നെ കൂട്ടാൻ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ ലഗേജിനായിട്ട് കാത്തിരിക്കുക കേട്ടോ. ഇത് ലഗേജൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ലൂക്കാപ്പൻ ഇതുവരെ ഉറക്കമായിരുന്നു. ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ വീട്ടുകാരെയൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുന്നൊരു ദൃശ്യമാണ്.